നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിവാദ കരിമണൽ കമ്പനിയായ CMRലും ടി വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിൽ നടത്തിയ കോടികളുടെ സാമ്പത്തിക ഇടപാടിൽ വീണ്ടും പുതിയ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ ക്ലാസിക് ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. അതായത് കയ്യിൽ നിന്ന് പണം മുടക്കുന്നു, വീണ്ടും ആ പണം കറങ്ങി തിരിഞ്ഞ് മുടക്കിയ ആളുടെ കയ്യിൽ തന്നെ കീശയിൽ തന്നെ വരുന്ന ഒരു സ്മാർട്ട് പ്ലേ. ആ സ്മാർട്ട് പ്ലേ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ED ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തുന്ന സൂചനയുണ്ട്. ആ ഒരു ഭയം മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനുമുണ്ട്. തന്നിലേക്കാണ് ഈ ഒരു കേസ് അന്വേഷണം വഴിതിരിച്ചു വിടാൻ പലരും ധൃതി കാണിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാവവും മട്ടും മാതിരിയും ഒക്കെ ഒന്ന് മാറിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വ്യക്തമാകുന്നു. എന്തായാലും കേസിന്റെ നിർണായക ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ട സ്വത്ത് കണ്ടുകെട്ടൽ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഈ സാധ്യത വിരൽ ചൂണ്ടുന്നത്. പിണറായി വിജയനെ ചോദ്യം ചെയ്യലിനായി ഉടൻ സമൻസ് നൽകാനാണ് EDയുടെ നീക്കം. നേരത്തെ ലാവ്ലിൻ അഴിമതിയിൽ പിണറായി പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. പക്ഷേ കോടതി കുറ്റവിമുക്തൻ നൽകി. ഇതിലെ അപ്പീല് ഇപ്പോഴും സുപ്രീം കോടതിയിലാണ്. ഇതിനിടെയാണ് മറ്റൊരു കേസ് കൂടി വരുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് വിവാദപരമായ തുക കൈമാറ്റം നടന്നതെന്നും CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത നൽകിയ മൊഴിയുമാണ് കേസിൽ നിർണായകമായിരിക്കുന്നത്. വ്യക്തിബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് പണം നൽകിയതെന്നും എക്സാലോജിക്കിൽ നിന്ന് സേവനങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നുമുള്ള കർത്തയുടെ വെളിപ്പെടുത്തൽ മുൻ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാകും. കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ED നടത്തിയ മിന്നൽ പരിശോധനകളിൽ പിടിച്ചെടുത്ത രേഖകളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. മേയിൽ വീണയുടെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്ത ഐഫോൺ, ചുവന്ന പുറംചട്ടയുള്ള ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകൾ, പ്രത്യേക വിവരങ്ങൾ കുറിച്ച പേപ്പർ ഷീറ്റ് എന്നിവ നിർണായക തെളിവുകളാണെന്ന് ED വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും EDയുടെ ഈ വ്യക്തതയിലാണ് കൂടുതൽ കുരുക്ക് മുറുകും എന്ന കാര്യം വ്യക്തമാകുന്നത്. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പുറമെ റെയ്ഡ് പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ED കടന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ED ജോയിന്റ് ഡയറക്ടർക്ക് സമർപ്പിച്ചു. കഴിഞ്ഞ സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ പേരിൽ 2.78 കോടി രൂപ വീണയുടെ കമ്പനിക്ക് CMRL നൽകിയിരുന്നു. എന്നാൽ കമ്പനിയിൽ നിന്ന് യാതൊരുവിധ സേവനവും ലഭിച്ചിട്ടില്ലെന്ന് 2014 ഏപ്രിൽ 17 നൽകിയ മൊഴിയിൽ ശശിധരൻ കർത്ത വ്യക്തമാക്കിയിരുന്നു. ഈ മൊഴിയും വീണയും ശരിവെച്ചതായി ED റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എക്സാലോജിക് നൽകാമെന്ന ഏറ്റ സേവനങ്ങൾക്കായി പിന്നീട് മറ്റൊരു IT സ്ഥാപനത്തെ CMRL ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിനായി വീണയ്ക്ക് നൽകിയതിനേക്കാൾ വളരെ കുറഞ്ഞ തുക മാത്രമേ കമ്പനിക്ക് ചിലവാകേണ്ടി വന്നിട്ടുള്ളൂ. 66 ലക്ഷം രൂപയുടെ നഷ്ടക്കണക്കും 5 ലക്ഷം രൂപയുടെ മാത്രം വിറ്റുവരവുമുള്ള ദുർബലമായ സ്ഥാപനമാണ് എക്സാലോജിക് എന്നും CMRL ഔദാര്യത്തിലാണ് ഇത് മുന്നോട്ട് പോകിയത് എന്നും ED റിപ്പോർട്ടിൽ പറയുന്നു. CMRL എക്സാലോജിക് ഇടപാടിൽ വീണ ടി ഉൾപ്പെടെയുള്ളവരുടെ മരവിപ്പിച്ച സ്വത്തുക്കൾ സംബന്ധിച്ച വിവരങ്ങൾ അഡ്ജുഡിക്കേറ്റഡ് കമ്മിറ്റി ED കൈമാറി. ഈ സ്വത്തുക്കൾ ഈ ആഴ്ച കണ്ടുകെട്ടിയേക്കും. കേസിൽ CMRL കള്ളപ്പണം വെളുപ്പിക്കലിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്ന് ED റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നുണ്ട്. ചരക്ക് നീക്കത്തിന്റെ ചെലവെന്ന പേരിൽ ട്രാൻസ്പോർട്ടുമാരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുകയും പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് CMRL ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകുകയും ചെയ്തു. ഇതിന് ട്രാൻസ്പോർട്ടർമാർക്ക് 7% കമ്മീഷൻ ലഭിക്കും. ട്രാൻസ്പോർട്ടർമാരുടെ ചോദ്യം ചെയ്യലിലാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വീണ ടി 45 ലക്ഷത്തോളം രൂപ ഇൻവോയ്സ് ഇല്ലാതെ കൈപ്പറ്റി എന്ന വിവരം ഇന്നലെയാണ് പുറത്ത് വന്നിരുന്നത്. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് പണം ലഭിച്ചതെന്നും ED പറയുന്നു. വീണ പണം കൈപ്പറ്റിയത് IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന പേരിലായിരുന്നുവെന്നും എക്സാലോജിക്കിന് മാസം 3 ലക്ഷം ലഭിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീണയുടെ പങ്കാളിത്തമുള്ള കമ്പനിയായ ലേക്ക് ഇന്ത്യ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം ഉണ്ടാകും. മാത്രവുമല്ല CMR നഷ്ടത്തിലായിരുന്നിട്ടും പൊതു ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകാതിരുന്ന സാഹചര്യത്തിൽ പോലും SN ശശിധരൻ കർത്ത, ശരൺ S കർത്ത, അനിൽ ആനന്ദ് പണിക്കർ എന്നിവർക്ക് അമിത പ്രതിഫലം നൽകിയതായും കണ്ടെത്തി. കരിമണൽ കമ്പനിയായ ഈ CMRലുമായി ബന്ധപ്പെട്ട ശശിധരൻ കർത്ത മൊത്തം 182 കോടി രൂപയുടെ ക്രമക്കേടുകൾ നടത്തിയതായാണ് EDയുടെ കണ്ടെത്തൽ. ഇതിൽ 139 കോടി രൂപ ഈ സ്ലഡ്ജ്, അതായത് ചെളി,
അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അഥവാ ചെളി നീക്കൽ എന്ന പേരിലാണ് കമ്പനി കണക്ക് കൂട്ടിയിരിക്കുന്നത് എന്നും വ്യക്തമാണ്. യഥാർത്ഥ സേവനങ്ങളോ അനുബന്ധ ബില്ലുകളോ ഇല്ലാതെ കമ്പനി സ്വയം തയ്യാറാക്കിയ വൗച്ചറുകൾ ഉപയോഗിച്ചാണ് ഈ തുക ചെലവഴിച്ചതായി വ്യാജ കണക്കുകൾ കാണിച്ചിരിക്കുന്നത്. ഈ കണക്കുകൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ടിലാണ് പിണറായി വിജയനെയും മകൾ വീണയെയും കുറിവെച്ചുള്ള പരാമർശങ്ങൾ ഉള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക്കിന്റെ അക്കൗണ്ടുകളിലായിരുന്നു 27,585 രൂപ ഈ ലാക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ 15.57 ലക്ഷം രൂപ, വീണയുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലെ 1.37 ലക്ഷം രൂപ എന്നിവ ഇഡി മരവിപ്പിച്ചു. മാത്രവുമല്ല, ഈ തട്ടിപ്പിന്റെ CMRL വേർഷൻ കൂടി ഇപ്പോൾ ഇഡി പുറത്തുവിട്ടിട്ടുണ്ട്. ചരക്ക് നീക്കത്തിന്റെ ചെലവെന്ന പേരിലാണ് പണം മാറ്റം വന്നിരിക്കുന്നത്. എന്നിട്ട് അതേ പണം മാറ്റി മുടക്കിയ ആളുടെ കയ്യിൽ തന്നെ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിനു പുറമെ CMRL കമ്പനി ഡയറക്ടർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട 26 കോടി രൂപയുടെ സ്വത്തുക്കളും മരവിപ്പിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 12 പ്രതികളുടെയും അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെയും ആകെ 29 കോടി രൂപയുടെ സ്വത്തുക്കളാണ് നിലവിൽ കണ്ടുകെട്ടിയതെന്ന് മുന്നോടിയായി മരവിപ്പിച്ചിരിക്കുന്നത്. സ്വത്തുക്കൾ പൂർണ്ണമായി കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി എക്സാലോജിക് ഉടമ വീണ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ നിയമപരമായ അവസരം ലഭിക്കും. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടന്ന സമയത്ത് സംസ്ഥാന ഭരണം നയിച്ചിരുന്നത് പിണറായി വിജയനായതിനാലും പണം കൈപ്പറ്റിയതിലെ വ്യക്തിബന്ധം തുറന്നു പറഞ്ഞതിനാലും കേസിൽ അന്വേഷണം മുൻ മുഖ്യമന്ത്രിയിലേക്ക് നീളുന്നത് രാഷ്ട്രീയമായി വൻ കൊടുങ്കാറ്റായി വഴിതിരിച്ചുവിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസത്തെ പിണറായി വിജയന്റെ പ്രതികരണവും ഇന്നത്തെ മന്ത്രിയുടെ പ്രതികരണവും നമുക്കൊന്ന് കേൾക്കാം. ആരാ പുറത്തു വിട്ടിരിക്കുന്നു? ആരാ പുറത്തു വിട്ടത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചർ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. വ്യക്തിബന്ധം കാരണമാണ് മകളുടെ കമ്പനിക്ക് പൈസ കൊടുത്തത് എന്നൊരു മൊഴി അദ്ദേഹം പറയുമ്പോൾ താങ്കൾ കരുതുന്നു. യാതൊരു സാമ്പത്തിക സഹായം ചെയ്തിട്ടില്ല എന്നുള്ളതും അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം? നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ച് നാൾ നോക്ക്, എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്. ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്.